അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും റാഹത്തല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുന്ന പലരും കണ്ടിട്ടുണ്ടാവും. ഗുളിക വ്ലോഗ്സ് എന്നുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നാമകരണത്തിൽ അറിയപ്പെടുന്ന സയ്യിദ് ഹുസൈൻ അലി. തങ്ങളത് കാട്ടിക്കൊടുക്കേ. ഹായ്. പിന്നെ മുമ്പ് പരിചയമുണ്ട്, ഒരു ഫ്രണ്ട് കൂടിയാണ്. ഇന്ന് കാസർഗോഡിൽ വന്നപ്പോൾ അൽഹംദുലില്ലാ ഒപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കിട്ടി. സയ്യിദാണ്, അതുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണ പോലും എന്താണ് അതപകേടിൻ്റെ ഭാഗമാണെന്ന് പേടിച്ചു പോവാണ്. പക്ഷേ എന്താണ് ആളെ വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആളൊരു എന്താണ് മോട്ടിവേഷൻ ടോക്കർ കൂടിയാണ്. ടോക്ക് വിത്ത് സയ്യിദ് എന്നുള്ളൊരു പേജ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തെന്ന് കാണാൻ സാധിക്കും. ഒരുപാട് കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കും കാലികപരമായ വിഷയങ്ങൾ, കണ്ടംപററി വിഷയങ്ങളൊക്കെ നിർദ്ദേശങ്ങളും ഇതൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ വ്ളോഗ് എന്നുള്ളത് ജസ്റ്റ് ഒരു ചലഞ്ചാക്കരം, ഒരു ചലഞ്ച് കൊടുക്കും. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവും, ഇന്നിവിടെ കാസർഗോഡിൽ തങ്ങൾ വന്നിട്ട് തങ്ങൾ നാളെ പോകും. അതുവരെയുള്ള മുഴുവൻ ചിലവ് എന്താവും ഞാൻ ഏറ്റെടുക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത് തൃക്കരിപ്പൂര് ബസ് സ്റ്റാൻഡിൻ്റെ പുറകു വശത്തുള്ള പോകോപ്പുന്നുള്ള കടയിലാണ്. നല്ലൊരു അടിപൊളി എല്ലാ ക്ലീനിങ് വൃത്തി ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ കടയാണ്. അപ്പോൾ തങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ചലഞ്ച് ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ മന്തി ഓർഡർ ചെയ്തേക്കണം. തങ്ങൾക്ക് മന്തി ഓർഡർ ചെയ്തേക്കണം. അപ്പോൾ തങ്ങൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്, ഒരുപാടുണ്ട്. അത് ഫുള്ള് ഓർഡർ വെച്ചിട്ട് ഓരോന്ന് തങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ മര്യാദക്കും 100 രൂപ വെച്ച് ഞാൻ കൊടുക്കും. മന്തിയുടെ പൈസ ഫുള്ള് ഞാൻ കൊടുക്കും. അല്ല, പോണ കാര്യമുള്ള ഫുള്ള് പൈസ ഞാൻ എടുക്കും. പക്ഷെ ഓരോ മര്യാദക്കും എന്ത് 100 വെച്ചിട്ട് കൊടുക്കും. ഓക്കെ. അപ്പം ഇൻഷാ അല്ലാഹ് കാണാം. ഏത് മന്തിയാ വേണ്ടത് നിങ്ങൾക്ക്? ഏത് മന്തിയാ വേണ്ടത്? മന്തി ഏതൊക്കെയുള്ളത്? ഷവായി അൽഫാം മിക്സ് ആക്കി എടുത്തോണ്ടേ. ആയിക്കോട്ടെ, ഞാൻ എടുത്തോട്ടെ. അത് കേരിയാ, അത് കേരിയാ, അത് വീഡിയോസ് കേരിയാ. റമീസ അതബുകൾ പറയാനായോ? പറഞ്ഞോണി. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കൈ വൃത്തിയായിട്ട് കഴുകണം. അത് ചെയ്തു കഴിഞ്ഞു 100 പെട്ടി. ഓക്കെ, 100. പിന്നെ അത് കഴിഞ്ഞാല് ഭക്ഷണം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുൽ മിമ്മ എലീക്ക. അവിടുന്ന് ഇവിടുന്ന് വാരി കഴിക്കരുത്, എടുത്തുള്ളതെന്ന് കഴിക്കണം. വലത്തെ കൈ കൊണ്ടാവണം. 300. പിന്നെ ഭക്ഷണം ഒരു അതിന്റെ മാന്യതയില് പിന്നെ അതിൽ പെടുമല്ലോ അല്ലേ. പിന്നെന്താ ചെയ്ത് കാണിച്ചു മിമ്മ എലീക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ ചെസ്റ്റ് പീസ് ഒക്കെ നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ എടുത്തുള്ള പീസ് പഠിച്ചോടെ നമ്മൾ എടുത്തുള്ള പീസ് നമ്മൾ എടുക്കണം. തിരിച്ചു വെച്ചാ മതി. അങ്ങനെ തിരിച്ചാ മതി. പറ്റുമോ? പിന്നെ എടുത്തുനിന്ന് എടുക്കണം, കഴിക്കണം. പിന്നെ ആദ്യം പറഞ്ഞ മര്യാദ കേട്ടോ, ഇത് എക്സ്ട്രാ ബോണസ് കിട്ടൂല. 300 ഓൾറെഡി 300 പിന്നെ എന്താ നമ്മളെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ എടുത്തു തന്നെ കഴിക്കണം. അതിൽ പെടൂലേ? 50 വരുള്ളൂ അതിന്. ഓക്കെ. പിന്നെന്താ ശ്രദ്ധിക്കണ്ടേ? ബിസ്മിയോട്ട് തുടങ്ങണം. 450. അതാ ചെല്ലാൻ പറഞ്ഞ അതിൽ പെട്ടെന്നെ ചെല്ലാൻ പറഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലഹു നട്ടോ. അവ്വലഹു എന്നല്ല, ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. ആയിക്കോട്ടെ. അതൊരു 50 റുപ്യ. അപ്പൊ 500. ഇന്ന് തിന്നതിന്റെ അഹമ്മദ് ഇല്ലണം നമ്മൾ ചെല്ലും ഇൻഷാ അല്ലാഹ്. ഓക്കെ, 600 ഇൻഷാ അല്ലാഹ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലീലാഫി ഖുറൈശ് ഓതിയാൽ ഇതിന്നുള്ള ചെറുകളിലൊക്കെ രക്ഷപ്പെടും. ഭക്ഷണത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലേ വിഷം കൈവശം എന്നൊക്കെ പറയില്ല. ഇപ്പത്തെ അല്ലേ കാലഘട്ടം എന്നൊക്കെ പറയാൻ നമുക്ക് പറയാൻ പറ്റൂല അല്ലെ, ശുചിത്വം കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഗോട്ട് 700 റുപ്യ കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതും ഒരു സയ്യിദാണ് പറഞ്ഞിരുന്നത്, അവർ ഗൗരവത്തിൽ തന്നെ എടുക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ മര്യാദന്റെ പൈസ കിട്ടിയിട്ടുണ്ട്. അതല്ല, ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. ഭക്ഷണം ആരുണ്ടാക്കിയാലും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും കുറ്റം പറയരുത്. വേണമെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നാതിരിക്കും. ഒരിക്കലും കുറ്റം പറയരുത്. ഒരു ഹദീസിലുണ്ട്, മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനി ഇസ്താവു അക്കലവും, നബിക്ക് ഇഷ്ടപ്പെട്ടാൽ തിന്നും, വൈകരിയോ തറക്കവും. ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിന്നൂല. അല്ലാതെ കുറ്റം ഒരിക്കലും പറയരുത്. പറഞ്ഞതിൽ വെച്ചാൽ ഏറ്റവും എന്താണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഏറ്റവും സുന്ദരമായ ഒരു നബിതങ്ങളുടെ അധ്യാപനങ്ങൾ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 200 റുപ്യ ഉണ്ട് ഇതിന്. ഓക്കെ. അപ്പൊ ടോട്ടൽ എത്രയായി? പിന്നെ 900. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളമ്മാരും ഇതൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരില്ലേ. ഒരിക്കൽ നല്ല വാക്ക് പറഞ്ഞാൽ എന്തായാലും അതിന് വലിയ കൂലി ഉണ്ടാവും. അത് ഇങ്ങനെ അദബായിട്ടൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു മുഅ്മിനെ സന്തോഷിക്കും. ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനി ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. സ്വതക്കയാണ്.
കോഴിക്കോട് ഏറ്റവും ടേസ്റ്റ് ബർഗറുള്ള സ്ഥലം കിട്ടിയത് മൂപ്പര് കൂടെ മൂപ്പര് താങ്ക് യു താങ്ക് യുവിന്റെ അറബിയൊക്കെ നിങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുണ്ടോ? ശുക്രൻ ശുക്രൻ ജസാക്കല്ലാഹ് ഖൈറ. ജസാക്കല്ലാഹു ഖൈറൻ. ആമീൻ ആമീൻ. നിങ്ങൾ 1200 വന്നിട്ട് ബില്ല്. പിന്നെ നിങ്ങൾക്ക് അതബിൻ്റെ മര്യാദ പറഞ്ഞിട്ട് 700 ഉണ്ട്. ടോട്ടൽ 1900 ഞങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുക. നിങ്ങൾ 1200 അവിടെ കൊടുത്താൽ മതി കേട്ടോ. 1900 ഗൂഗിൾ പേ ചെയ്യുക. നീ കട്ടി പാസ്വേഡ് കണ്ടോ? ഫോട്ടോഗ്രാഫിന്റെ എൻ്റെ എടുത്തിട്ടല്ലോ ഓക്കെ ഹാപ്പി ആയില്ലേ? എന്താ വേണ്ടത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീണ്ടും കാണാം എവിടെയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടി അപ്പോൾ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചോദിക്കുക. നമ്മൾ കയറി ചെയ്തിട്ടുള്ളത് വാട്ടി വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിത്തരും. ജോഡി ബെൻസ് അങ്ങനത്തെ നല്ല കേട്ടോ. ഇനിയും കൂടെ ആവട്ടെ രീതിയിലുള്ള ഞാൻ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.